Second stanza of the poem, The Country Without a Post Office. We are inside the fire looking for the dark. One cart lying on the street says, I want to be he who pours blood to soak your hands, or I will leave mine in the cold till the rain is ink and my fingers at the edge of pain are seals all night to cancel the stamps. The mad guide, the lost speak like this, they haunt a country when it is ash. Phantom heart, pray he is alive. I have returned in rain to find him, to learn why he never wrote. I have brought cash, a currency of Paisley, to buy the new stamps, rare already blank, no nation named on them. Without a lamp, I look for him in houses buried, empty. He may be alive, opening doors of smoke, breathing in the dark his ash refrain. Everything is finished, nothing remains. I must force silence to be a mirror to see his voice again for directions. Fire runs in waves. Should I cross that river? Each post office is boarded up. Who will deliver? Patchman cut in paisleys, my news to presents. Only silence can now trace my letters to him, or in a dead office the dark pains. ഫസ്റ്റ് സ്റ്റാൻസയിൽ കണ്ട സമാന സംഘർഷ സാഹചര്യങ്ങൾ കശ്മീരിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വീടുകൾക്ക് തീ വയ്ക്കപ്പെടുന്നുണ്ട്. ദ മാഡ് ഗൈഡ് എന്നാണ് ജനങ്ങൾ ഈ അവസ്ഥയെ വിശേഷിപ്പിക്കുന്നത്. ആളിക്കത്തുന്ന തീയിൽ കാശ്മീർ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നിന്നും ശാന്തതയിലേക്ക് രക്ഷപ്പെടാൻ അവർ ആഗ്രഹിക്കുകയാണ്. തെരുവിൽ കിടക്കുന്ന ഒരു പോസ്റ്റ് കാർഡ് എനിക്ക് രക്തം ചൊരിയുന്ന ആളാകണം എന്ന് വിളിച്ചു പറയുന്നത് പോലെ കവിക്ക് തോന്നുകയാണ്. ഇതും കശ്മീരിലെ സംഘർഷഭരിതമായ സന്ദർഭങ്ങളെ കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെ കശ്മീരിൽ ബാൻ ചെയ്യപ്പെട്ട ആശയവിനിമയ സംവിധാനത്തെയും കവി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പോസ്റ്റൽ സ്റ്റാമ്പുകൾ റദ്ദാക്കുന്നതിനെ കുറിച്ചും അതോടൊപ്പം ആശയവിനിമയ മാധ്യമങ്ങൾ തുടരണമെന്ന ആവശ്യകതയെക്കുറിച്ചും ഇവിടെ കവി സംസാരിക്കുന്നുണ്ട്. ഇനി ഇവിടെ സെക്കൻഡ് സ്റ്റാൻസയിൽ ഫാൻറ്റം ഹാർട്ട് എന്ന പ്രയോഗം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഫാൻറ്റം ഹാർട്ട് എന്ന് വിശേഷിപ്പിക്കുന്നത് കവിയുടെ സുഹൃത്തിനെയാണ്. ഈ സംഘർഷത്തിൽ തൻ്റെ സുഹൃത്തിന് ആപത്തുണ്ടായിരിക്കുമോ എന്ന് കവി സംശയിക്കുകയാണ്. സുഹൃത്ത് ജീവിച്ചിരിപ്പുണ്ടായിരിക്കണമേ എന്നും കവി പ്രാർത്ഥിക്കുന്നുണ്ട്. കത്തി എരിഞ്ഞു കിടക്കുന്ന വീടുകളിൽ കവി തൻ്റെ സുഹൃത്തിനെ തേടി നടക്കുന്നു. അയാൾ ജീവിച്ചിരിപ്പുണ്ടായിരിക്കാം എന്ന് കവി ചിന്തിക്കുകയാണ്. കൂടാതെ എന്തുകൊണ്ടാണ് തൻ്റെ സുഹൃത്ത് തനിക്ക് കത്തുകളൊന്നും അയക്കാതിരുന്നത് എന്നതിൻ്റെ കാരണം കവി ഇപ്പോൾ നേരിട്ട് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് കവി ക്യാഷ് കൊടുത്ത് പുതിയ സ്റ്റാമ്പുകൾ വാങ്ങിക്കുന്നുണ്ട്. ആ സ്റ്റാമ്പുകളിൽ അവരുടെ നേഷൻ്റെ നെയിം എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അത് ചിലപ്പോൾ ആ സമയത്ത് കാശ്മീർ ഒരു സ്വതന്ത്ര രാജ്യം അല്ലാത്തത് കൊണ്ടായിരിക്കാം. ഈ രാജ്യത്തിപ്പോൾ ഒന്നും അവശേഷിക്കപ്പെടുന്നില്ല, എല്ലാം കത്തിയെരിഞ്ഞ് ചാരമായി മാറിയിരിക്കുന്നു എന്നും കവി പറയുന്നുണ്ട്. കവി തൻ്റെ സുഹൃത്തുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ എല്ലാ പോസ്റ്റ് ഓഫീസുകളും ബാൻ ചെയ്തിരിക്കുന്നു. ഓൺലി സൈലൻസ് ക്യാൻ നൗ ട്രേസ് മൈ ലെറ്റേഴ്സ് ടു ഹിം എന്നാണ് കവി പറയുന്നത്. ഓൺലി സൈലൻസ് ക്യാൻ നൗ ട്രേസ് മൈ ലെറ്റേഴ്സ് ടു ഹിം. കാരണം കത്തുകൾ അയക്കുന്ന സംവിധാനം അവിടെ ബാൻ ചെയ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കഴിയുന്നില്ല. നെക്സ്റ്റ്, the third stanza. The entire map of the lost will be candled. I am keeper of the minaret since the muezzin died. Come soon, I am alive. There is almost a paisley against the light, sometimes white then black. The glutinous wash is wet on its back as it blossoms into autumn's final country by it.
I issue it only once at night. Come before I am killed, my voice cancelled. In this dark rain, be faithful, phantom heart. This is your pain. Feel it. You must feel it. Nothing will remain. Everything is finished. I see his voice again. This is a shrine of words. You will find your letters to me and mine to you. Come soon and tear open these vanished envelopes and reach the minaret. I am inside the fire. I have found the dark. This is your pain. You must feel it. Feel it. Heart, be faithful to his mad refrain. For he soaked the wicks of clay lamps, lit them each night as he climbed these steps to read messages scratched on planets. His hands were seals to cancel the stamps. This is an archive. I have found the remains of his voice, that map of longings with no limit. ഓക്കെ, പള്ളിയിൽ ബാങ്ക് വിളിച്ചിരുന്ന മ്യൂസിൻ്റെ മരണത്തിന് ശേഷം ഈ മിനററ്റിൻ്റെ സൂക്ഷിപ്പുകാരനാക്കുകയാണ് നമ്മുടെ കവി. ഇവിടെ കവി മറ്റു ജനങ്ങളോട് പറയുകയാണ്, കം സൂൺ, ഐ ആം അലൈവ്. ഞാൻ ജീവിച്ചിരിപ്പുണ്ട്, സോ വേഗം വന്ന് എൻ്റെ കയ്യിൽ നിന്നും സ്റ്റാമ്പുകൾ വാങ്ങിച്ചോളൂ. കം ബിഫോർ ഐ കിൽഡ്, മൈ വോയിസ് ക്യാൻസൽഡ്. എന്നെ കൊല്ലുന്നതിന് മുമ്പ്, എൻ്റെ ശബ്ദം നിലയ്ക്കുന്നതിന് മുമ്പേ നിങ്ങൾ വന്ന് സ്റ്റാമ്പ് വാങ്ങിച്ചു കൊണ്ടുപോകൂ എന്ന് കവി ജനങ്ങളോട് പറയുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റാമ്പ്സ് കളക്ട് ചെയ്യുന്നത്? ടു സെൻഡ് ലെറ്റേഴ്സ് ഈച്ച് അതർ. അവർക്ക് ആശയവിനിമയ സംവിധാനങ്ങൾ തുടരണമായിരുന്നു. സോ ഞാൻ സ്റ്റാമ്പുകൾ നിങ്ങൾക്ക് വേണ്ടി കളക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എത്രയും വേഗം വന്ന് എൻ്റെ കയ്യിൽ നിന്നും സ്റ്റാമ്പുകൾ വാങ്ങിക്കൊണ്ടു പോകുക. ഞാൻ മരണപ്പെടുന്നതിന് മുമ്പേ, എൻ്റെ ശബ്ദം നിലയ്ക്കുന്നതിന് മുമ്പേ നിങ്ങൾ വന്ന് സ്റ്റാമ്പുകൾ വാങ്ങിക്കൂ എന്ന് കവി ജനങ്ങളോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ തേർഡ് സ്റ്റാൻസയിലും കവി ഫാൻറ്റം ഹാർട്ട്, അതായത് തൻ്റെ സുഹൃത്തിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഈ ആക്രമണങ്ങൾക്കിടയിലും ഫെയ്ത്ത്ഫുൾ ആയിരിക്കാൻ കവി ആവശ്യപ്പെടുകയാണ്. ഈ ആക്രമണങ്ങൾ സൃഷ്ടിക്കുന്ന വേദന, അത് നിന്റെ വേദന കൂടിയാണെന്ന് കവി പറയുന്നു. മാത്രമല്ല, ഇനി ഇവിടെ ഒന്നും അവശേഷിക്കുന്നില്ല. എവറിത്തിങ് ഈസ് ഫിനിഷ്ഡ്. എല്ലാം അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നും കവി പറയുന്നുണ്ട്. കവി തൻ്റെ സുഹൃത്തിന് അയച്ച കത്തുകളും അതുപോലെ തന്നെ സുഹൃത്ത് കവിക്ക് അയച്ച കത്തുകളും, അവർ പരസ്പരം അയച്ച കത്തുകൾ റിസീവ് ചെയ്യാൻ തങ്ങൾക്ക് രണ്ടു പേർക്കും സാധിക്കുമെന്ന പ്രത്യാശയും കവിയിലുണ്ട്. താൻ ഈ മിനററ്റ് ഈ മ്യൂസിൻ്റെ മരണത്തിന് ശേഷം മിനററ്റിൻ്റെ സൂക്ഷിപ്പുകാരൻ കവിയാണെന്ന് നമ്മൾ മുമ്പേ പറഞ്ഞു അല്ലേ. അപ്പോൾ താൻ ഈ മിനററ്റിനകത്തുണ്ടെന്നും ഐ ആം ഇൻസൈഡ് ദ ഫയർ, ഐ ഹാവ് ഫൗണ്ട് ദ ഡാർക്ക്. ഞാൻ തീനാളങ്ങൾക്കുള്ളിലാണ്, ഞാൻ ഇരുട്ട് കണ്ടെത്തി കഴിഞ്ഞെന്നും കവി പറയുന്നുണ്ട്. ഒരു ഇന്ത്യൻ ബോൺ കശ്മീരി എന്ന നിലയിൽ ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് തമ്മിലുള്ള ഈ വയലൻസ് കവിയെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നതാണ് ഈ ഒരു സ്റ്റാൻസയിൽ ചിത്രീകരിക്കുന്നത്. ഐ ആം ഇൻസൈഡ് ദ ഫയർ, ഐ ആം ഫൗണ്ട് ഡാർക്ക്നെസ് എന്ന് കവി പറയുന്നുണ്ട്. ഞാൻ തീനാളങ്ങൾക്കുള്ളിലാണ്, ഞാൻ ഇരുട്ട് കണ്ടെത്തിയിരിക്കുന്നു എന്ന് കവി പറയുകയാണ്. ഇത് മുസ്ലിംസും ഹിന്ദുസും തമ്മിൽ പരസ്പരം ആക്രമിക്കുമ്പോൾ കവിയിലുണ്ടാക്കുന്ന വേദനയാണ് ഈ ലൈൻസിലൂടെ വ്യക്തമാക്കപ്പെടുന്നത്. ഐ ആം ഇൻസൈഡ് ദ ഫയർ, തീനാളങ്ങൾക്കുള്ളിലുള്ള ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ആ ഒരു അവസ്ഥയുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. തൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ്. ഹിന്ദുസും മുസ്ലിംസും തമ്മിൽ, ഇന്ത്യൻ ബോൺ കശ്മീരിയാണ് കവി. സോ ഹിന്ദുസും മുസ്ലിംസും തമ്മിൽ പരസ്പരം ആക്രമിക്കുമ്പോൾ അത് തന്നെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, തനിക്കത് എത്രത്തോളം പെയിൻഫുള്ളായി മാറുന്നു എന്നതാണ് കവി ഈ ലൈൻസിലൂടെ വ്യക്തമാക്കുന്നത്. ദെൻ പിന്നീട് കവി തൻ്റെ ഹൃദയത്തിനോട് തന്നെ പറയുകയാണ്. എന്താണ് പറയുന്നത്? ബി ഫെയ്ത്ത്ഫുൾ ആയിരിക്കാൻ കവി തൻ്റെ ഹൃദയത്തോട് തന്നെ സ്വയം പറയുകയാണ് ചെയ്യുന്നത്.
ദെൻ മ്യൂസിൻ ചെയ്യാറുള്ള പ്രകാരം കളിമൺ വിളക്കുമായി കോണിപ്പടികൾ കയറി, മിനററ്റിൻ്റെ കോണിപ്പടികൾ കയറി ആകാശത്ത് ഗ്രഹങ്ങൾ നോക്കി സന്ദേശങ്ങൾ വായിച്ചെടുക്കുകയാണ് കവി. അതായത് ആ മ്യൂസിൻ്റെ റോൾ കവി കീപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് സ്റ്റാൻസ. I read them letters of lovers, the mad ones, and mine to him from whom no answers came. I light lamps, send my answers, calls to prayer to deaf worlds across continents, and my lament is cries countless, cries like dead letters, and this world whose end was near, always near. My words go out in huge packages of rain, gather to addresses across the oceans. It is raining as I write this. I have no prayer. It is just a shout held in. It is ours. It is ours. Whose letters are cries that break like bodies in prisons. Now each night in minaret I guide myself up the steps. Mad, shillet, I throw paisleys to clouds. The lost are like this. They bribe the air for dawn. This their dark purpose. But there is no sun here. There is no sun here. Then be pitiless, you whom I could not save. Send your cries to me. If only in this way I have found a prisoner's letters to a lover. One begins, these words may never reach you. Another ends, the skin dissolves into without your touch. And I want to answer, I want to live forever. What else can I say? It rains as I write this. Mad heart, be brave. പോയറ്റ് അവിടെ കുമിഞ്ഞുകൂടി കിടക്കുന്ന കത്തുകൾ വായിക്കുകയാണ്. ദ ലെറ്റേഴ്സ് ബൈ ലവേഴ്സ് ആൻഡ് മാഡ് വൺസ്. കൂടാതെ അതിൽ കവി തൻ്റെ ഫ്രണ്ടിന് എഴുതിയ കത്തും അതിലുണ്ടായിരുന്നു. ആ കത്തിന് മറുപടി കിട്ടില്ല എന്ന് കവി പറയുന്നുണ്ട്. കാരണം ആ കത്തുകളൊന്നും അയക്കപ്പെടുന്നില്ല. മാത്രമല്ല, കത്തുകൾ അയച്ചാലും അതിനൊന്നും മറുപടി നൽകാൻ അവിടെ ആരുമില്ല. എല്ലാവരും അവരുടെ ലാൻഡ് വിട്ട് അഭയാർത്ഥികളായി കുടിയേറി കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ആക്രമണങ്ങളിൽ പെട്ട് മരണപ്പെട്ടവരാണ്. ഇതെല്ലാം ഓർത്ത് കവി വിലപിക്കുകയാണ് ചെയ്യുന്നത്. മൈ ലാമെന്റ് ഈസ് കൗണ്ട്ലെസ്, ക്രൈസ് ലൈക്ക് ഡെഡ് ലെറ്റേഴ്സ്. എൻ്റെ വിലാപങ്ങളെല്ലാം അതൊന്നും തീരുന്നില്ല, അവ കൗണ്ട്ലെസ് ആണ്. മാത്രമല്ല അവ ഈ ഡെഡ് ലെറ്റേഴ്സ് പോലെയാണ് എന്നാണ്, അവിടെ കുമിഞ്ഞു കൂടി കിടക്കുന്ന ഡെഡ് ലെറ്റേഴ്സ് പോലെയാണ് എന്നാണ് പറയുന്നത്. കത്തുകളെ ഡെഡ് ലെറ്റേഴ്സ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇവിടെ വേൾഡിനെ ഡെഫ് വേൾഡ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കാരണം കവിയുടെ വിലാപങ്ങൾ കേൾക്കാൻ അവിടെ ആരുമില്ല. അതുപോലെ തന്നെയാണ് ആ ലെറ്റേഴ്സിൻ്റെയും അവസ്ഥ. അവിടെ കുമിഞ്ഞി കൂടിക്കിടക്കുന്ന കത്തുകളുടെയും അവസ്ഥ. അവ വായിക്കാൻ ആരുമില്ല, കാരണം അവ അയക്കപ്പെടുന്നില്ല. ഇനി അഡ്രസ്സുകളിലോട്ട് അയച്ചാൽ തന്നെ ആ അഡ്രസ്സിലുള്ളവർ അവിടെ ഉണ്ടാകണമെന്നില്ല. അവരുടെ അടുത്ത് എപ്പോഴും നാശമുണ്ട്, അല്ലെങ്കിൽ അവരെപ്പോഴും അവർ മരിച്ചിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ മരണം എപ്പോഴും അവരുടെ തൊട്ടടുത്തുണ്ട് എന്നാണ് കവി പറയുന്നത്. അതുകൊണ്ട് തന്നെ കവിയുടെ വിലാപങ്ങൾ ആ ഡെഡ് ലെറ്റേഴ്സ് പോലെ തന്നെയാണ്. അത് ആരും കേൾക്കാനില്ല, അല്ലെങ്കിൽ അതാരും വായിക്കാൻ ഇല്ല എന്നാണ് കവി പറയുന്നത്. പിന്നീട് കവി പറയുന്നത് തൻ്റെ വാക്കുകൾ, അവ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മഴകളിൽ കവി അയക്കാൻ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അവ സമുദ്രത്തിന് കുറുകെയുള്ള എല്ലാ മേൽവിലാസങ്ങളിലും, എത്തിപ്പെടേണ്ട മേൽവിലാസങ്ങളിലെല്ലാം പോയി പെയ്യട്ടെ എന്നും കവി ആഗ്രഹിക്കുന്നുണ്ട്. കവിക്ക് ഈ പ്രാർത്ഥനകളൊന്നുമില്ല. ഇപ്പോൾ കവിക്ക് പ്രാർത്ഥനകളൊന്നുമില്ല. കവി ഇപ്പോൾ ഷൗട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ആസ്, ഇറ്റ് ഈസ് ആസ്. ഇത് അവരുടെ രാജ്യമാണ്, അല്ലെങ്കിൽ ഇത് അവരുടെ അവകാശങ്ങളാണെന്ന് കവി ഷൗട്ട് ചെയ്യുകയാണ്. കവി ഇപ്പോൾ പ്രാർത്ഥനകളൊന്നുമില്ല, മറിച്ച് കവിയിലൊരു ഷൗട്ടാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാ ദിവസവും രാത്രി കവി മിനററ്റിൻ്റെ സ്റ്റെപ്പുകൾ കയറുന്നുണ്ട്, മുമ്പേ മ്യൂസിൻ ചെയ്തിരുന്ന പോലെ തന്നെ. ദെൻ കവി ഒരു പ്രിസണർ തൻ്റെ ലവറിന് അയച്ച കത്ത് വായിക്കുന്നുണ്ട്. ആ കത്ത് ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്: ദീസ് വേർഡ്സ് മേ നെവർ റീച്ച് യു. ഈ
വാക്കുകളൊന്നും നിന്നിൽ എത്തുകയില്ല എന്നാണ് ആ കത്തിൽ പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു കത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: ദ സ്കിൻ ഡിസോൾവ്സ് ഇൻ ഡ്യൂ വിത്തൗട്ട് യുവർ ടച്ച്. നിന്റെ സ്പർശനം ഏൽക്കാതെ തന്നെ എൻ്റെ ശരീരം മഞ്ഞിൽ ലയിക്കും എന്നാണ് മറ്റൊരു കത്ത് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇപ്രകാരമാണ്: ദെൻ ആൻഡ് ഐ വോണ്ട് ടു ആൻസർ, ഐ വോണ്ട് ടു ലിവ് ഫോർ എവർ, വാട്ട് എൽസ് can I say? It rains as I write this, mad heart be brave. പിന്നെ ഇങ്ങനെയാണ് കവിത അവസാനിപ്പിച്ചിരിക്കുന്നത്: ഐ വോണ്ട് ടു ലിവ് ഫോർ എവർ, ഐ വോണ്ട് ടു ലിവ് ഫോർ എവർ എന്ന് പറഞ്ഞുകൊണ്ടാണ് കവി അവസാനിപ്പിക്കുന്നത്. തനിക്ക് ഇനിയും ജീവിക്കണം. കൂടാതെ ഈ കത്തുകൾക്കെല്ലാം കവിക്ക് മറുപടി നൽകണം. ഈ ആശയവിനിമയ മാധ്യമങ്ങൾ തുടരണം, പുനഃസ്ഥാപിക്കണം. ഈ തനിക്ക് അയക്കപ്പെടുന്ന കത്തുകൾക്കെല്ലാം കവിക്ക് മറുപടി നൽകണം. അതായത് പരസ്പരം കത്തുകൾ കൈമാറാനുള്ള പോസ്റ്റൽ സംവിധാനം പുനരാരംഭിക്കണം എന്ന് കവി പറയുന്നുണ്ട്. മാത്രമല്ല, ഈ ആക്രമണങ്ങളെല്ലാം അവസാനിക്കണം. തനിക്ക് ജീവിക്കണം. ഐ വോണ്ട് ടു ലിവ് ഫോർ എവർ. തനിക്ക് ജീവിക്കണം എന്നാണ് കവി പറയുന്നത്. കൂടാതെ തൻ്റെ ഹൃദയത്തോട്, തൻ്റെ മാഡ് ഹാർട്ടിനോട്, തൻ്റെ ഹൃദയത്തോട് ധൈര്യമായി ഇരിക്കാനും കവി ഉപദേശിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് കവിത അവസാനിപ്പിക്കുന്നത്.